ചിന്നക്കനാലിലെ റവന്യൂ ഭൂമി കയ്യേറി വനംവകുപ്പ് ബോർഡ് സ്ഥാപിച്ചതിനെതിരെ നിയമ നടപടിക്കൊരുങ്ങി കോൺഗ്രസ്. ഡിസിസി വൈസ് പ്രസിഡന്റ് KS അരുൺ ബോർഡ് സ്ഥാപിച്ച് വഴിയടച്ച് സിമന്റ് പാലത്ത് സന്ദർശനം നടത്തി. വനംവകുപ്പ് കൈയടക്കാൻ ശ്രമിക്കുന്നത് AK ആന്റണി സർക്കാരിന്റെ കാലത്ത് ആദിവാസികൾക്കായി മാറ്റിവെച്ച ഭൂമിയാണെന്ന് KS അരുൺ പറഞ്ഞു. ചിന്നക്കനാലിൽ വനംവകുപ്പിന് ഭൂമി ഇല്ലെന്നിരിക്കെ റവന്യൂ ഭൂമി വ്യാപകമായി കയ്യേറി സംരക്ഷിത വനമാക്കി മാറ്റുവാനുള്ള നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്കൊപ്പം നിയമ നടപടികൾക്കും തയ്യാറെടുക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. വനംവകുപ്പ് ഏതാനും ദിവസം മുമ്പ് റിസർവ് വനമെന്ന ബോർഡ് സ്ഥാപിച്ച് ആനയിറങ്കൽ ജലാശയത്തിലേക്കുള്ള വഴിയടിച്ച സ്ഥലത്ത് DCC വൈസ് പ്രസിഡന്റ് KS അരുൺ സന്ദർശനം നടത്തി. റവന്യൂ ഭൂമിയിലെ കയ്യേറ്റം അനുവദിക്കാൻ കഴിയില്ലെന്നും AK ആന്റണി സർക്കാർ പാവപ്പെട്ട ആദിവാസികളെ പുനരധിവസിപ്പിക്കുന്നതിന് ഏറ്റെടുത്ത ഭൂമിയാണ് വനംവകുപ്പ് കയ്യേറുവാൻ ശ്രമിക്കുന്നതെന്നും KS അരുൺ പറഞ്ഞു. അപ്പോൾ ഇത് 2000 AK ആന്റണിയുടെ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ആദിവാസികളുടെ ഉന്നമനത്തിന് വേണ്ടി അവരെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഈ ഭൂമി റവന്യൂ ഭൂമിയായി ഏറ്റെടുത്തിട്ടുള്ള പ്രദേശമാണ് ഈ 1490 ഏക്കർ എന്ന് പറയുന്ന ഭൂമി. ആ ഭൂമിയിലാണ് ഇവിടെ വനം വകുപ്പ് കൊണ്ടുപോയി ബോർഡ് വെച്ചിരിക്കുന്നത്. ആദിവാസികൾക്ക് വേണ്ടി മാറ്റിയിട്ടിരിക്കുന്ന ഭൂമി മാത്രമല്ല, ചിന്നക്കനാലിലെ ജനങ്ങളെ ആകെ കുടിയൊഴിപ്പിച്ച് മേഖല വനമാക്കി മാറ്റുന്നതിനുള്ള നീക്കമാണ് വനം വകുപ്പ് നടത്തുന്നതെന്നും KS അരുൺ ആരോപിച്ചു. കൃത്യമായി സൂചിപ്പിക്കുന്നു, ഇത് ഈ ചിന്നക്കനാൽ മേഖലയിലെ ആദിവാസികളെ മാത്രം ഭീതിപ്പെടുത്തുക എന്നതിനപ്പുറത്തേക്ക് ചിന്നക്കനാൽ മേഖലയിലെ മുഴുവൻ ആളുകളെ ഭീതിപ്പെടുത്തിക്കൊണ്ട് ഈ ചിന്നക്കനാൽ മേഖല മുഴുവൻ വനം വകുപ്പിൻ്റെ കീഴിലേക്ക് മാറ്റി വനമേഖലയാക്കി മാറ്റുന്നതിനുള്ള തുടക്കമാണോ എന്നുള്ള ഒരു ഭീതി ഇവിടുത്തെ ജനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് കൃത്യമായ രീതിയിൽ ഗവൺമെൻറ് ഇതിനകത്ത് ഏറ്റെടുത്തിട്ടില്ല എങ്കിൽ, ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഇതിന് പരിഹാരം കാണുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് കടന്നുപോകും. കൃത്യമായ രീതിയിൽ നിയമ നടപടിയുമായി ഇതിന് മുന്നോട്ട് പോകും എന്ന് അറിയിക്കുകയാണ്. വിഷയത്തിൽ പ്രാദേശികമായി പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിനൊപ്പം നിയമ നടപടികളുമായി മുമ്പോട്ട് പോകുമെന്നും അരുൺ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.